ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. APS ചമ്രകുളം 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സയൻസ് എക്സ്പെരിമെൻറ്റുമായിട്ടാണ്. ആ സയൻസ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ദ്രാവകങ്ങൾ മർദ്ദം പ്രയോഗിക്കുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? മർദ്ദം പ്രയോഗിക്കുമ്പോൾ വല്ല വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി ഒരു ഉപകരണം നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. മർദ്ദമാപിനി. ദ്രാവകങ്ങൾ മർദ്ദം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് ആ മർദ്ദമാപിനി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു പലക കഷ്ണം അല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുക്കുക, ഇതുപോലെ നീളത്തിലുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് വെച്ച് നമ്മൾ മുകളിലേക്ക് 10 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ട്യൂബാണ് ആവശ്യം, നീളത്തിലുള്ള ട്യൂബ്. വെള്ളം കടക്കുന്നത്, വെള്ളം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി ഞാനിവിടെ കളർ വെള്ളം, ഉജാല കളർ വെള്ളം ഞാനിവിടെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ രീതിയിലാക്കാം. പിന്നെ അതിൻ്റെ ഒരറ്റത്ത് ചെറിയൊരു ഫണൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പല രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ആ മറ്റേ അറ്റം നമുക്ക് 10 സെൻറ്റിമീറ്റർ നമ്മൾ വെച്ചതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ആ 0 ഡിഗ്രി U പോലെ നമ്മൾ വെക്കണം. എന്നിട്ട് ആ അറ്റം, ഫണലിൻ്റെ അറ്റം നമ്മൾ വെള്ളത്തിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഈ 0 സെൻറ്റിമീറ്റർ വരെ നമ്മൾ ഈ കളർ വെള്ളം ആക്കി വെക്കുക. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ U പോലെ ആക്കി വെക്കുക നമ്മൾ ഈ കളർ വെള്ളത്തിന്. ഇനി നമ്മൾ ആ ഫണലിൻ്റെ ഭാഗം വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ ഇതിൻ്റെ മർദ്ദം കൂടുന്നതായി അത് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഇതാ നമ്മുടെ ഉപകരണം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഇതാ ഈ ജഗ്ഗിൽ പച്ചവെള്ളം നിറച്ച് വച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏത് ഭാഗത്താണ് കൂടുതൽ മർദ്ദം എന്നറിയാനാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇതാ ഇപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടറിയാം. ആദ്യം മുകൾ ഭാഗത്ത് വയ്ക്കുമ്പോൾ 1ലേക്ക് മാറിയിട്ടുണ്ട്. 1ൻ്റെ പകുതിയിലേക്ക് നമ്മൾ നടുവിലേക്ക് വെക്കുന്നു. അപ്പോൾ ഇതാ 4, 5 ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതാ 7 വരെയാണ് എത്തുന്നത്. അപ്പോൾ മർദ്ദം കൂടുതൽ താഴ്ഭാഗത്താണ്. എപ്പോഴും വെള്ളത്തിൻ്റെ അടിഭാഗത്തായിരിക്കും മർദ്ദം കൂടുതൽ. നമുക്കൊന്നും കൂടി നോക്കാം. ഇതാ നമ്മളിവിടെ 0 മുതൽ 10 വരെ സെൻറ്റിമീറ്ററുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ആദ്യ ഭാഗത്ത് ഫണൽ വെക്കുമ്പോൾ ഇത് 1, 1.5 അല്ലെങ്കിൽ 2ലേക്കാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് മുക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. പകുതിയിലേക്ക് വരുമ്പോൾ 4 സെൻറ്റിമീറ്റർ, 4.5 അങ്ങനെയാണ് വരുന്നത്. ഇനി ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഫണൽ വെക്കുമ്പോൾ 6.5യാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് മർദ്ദം, വെള്ളമർദ്ദം ഉപയോഗിക്കുന്നത്, ദ്രാവകങ്ങൾ മർദ്ദം ഉപയോഗിക്കുന്നത് ഏറ്റവും അടിഭാഗത്തായിരിക്കും. മുകൾ ഭാഗത്ത് കുറവായിരിക്കും. നമ്മൾ മുകൾ ഭാഗത്ത് വെക്കുമ്പോൾ ഇത് കുറച്ചാണ് കൂടിയത്. നമ്മൾ അടിഭാഗത്ത് വെക്കുമ്പോഴാണ് മർദ്ദം കൂടി നന്നായി ഈ വെള്ളം പോയത്. അതിനർത്ഥം ദ്രാവകങ്ങൾ എപ്പോഴും മർദ്ദം കൂടുതലായി ഉപയോഗിക്കുന്നത് താഴ്ഭാഗത്താണ് എന്നാണ് നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, വീഡിയോയിലേക്ക് ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ഞാൻ